ഹായ് സുഹൃത്തുക്കളെ, ഈ ഒരു പോസ്റ്റ് ഞാനിവിടെ വെച്ചേക്കുന്ന ഈ ഒരു പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും ലൈക്ക് അടിക്കാതെ പോകത്തില്ല. കാരണം അത്രമാത്രം സന്തോഷം തരുന്ന ഒരു പോസ്റ്റാണ് ഞാൻ ഇവിടെ വെച്ചേക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ വാർത്താ സമ്മേളനം നടത്തി പരസ്യമായിട്ട് അപമാനിച്ച ഷഹനാസിനെതിരെ 10 കോടി രൂപയുടെ മാനനഷ്ടത്തിനുള്ള കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു വാർത്ത കണ്ടിട്ട് ലൈക്ക് അടിക്കാതെ ഒരാളും പോകത്തില്ല. കാരണം അത്രമാത്രം ആളുകൾ സന്തോഷിക്കുന്ന കാര്യമാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്, അല്ലേ? 10 കോടി രൂപ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഷഹനാസ് കൊടുക്കണമെന്നാണ് വക്കീൽ നോട്ടീസിനകത്ത് പറയുന്നത്. അപ്പം 10 കോടി രൂപ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തിനാ എന്ന് ചോദിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഈ 10 കോടി കൊണ്ട് 100 പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാനാണ് രാഹുൽ മാങ്കൂട്ടം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ഒരു 10 കോടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 100 പാവങ്ങൾക്ക് ഒരു വീട് എന്നുള്ളൊരു സ്വപ്നം. അപ്പോൾ ആ 10 കോടി എത്രയും പെട്ടെന്ന് കൊടുക്കുമായിരുന്നെങ്കിൽ 100 പാവങ്ങൾക്ക് ഒരു വീട് എത്രയും പെട്ടെന്ന് സാക്ഷാത്കരിക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി 10 കോടി കൊടുക്കാനില്ലെങ്കിൽ ഒരു 5 കോടിയെങ്കിലും കൊടുക്കുക, ആ വീടിൻ്റെ അടിത്തറയും കാര്യങ്ങളൊക്കെ കെട്ടിയിടാനെങ്കിലും അത് ഉപകരിക്കും. അപ്പോൾ എന്തായാലും സന്തോഷം തോന്നിയൊരു വാർത്തയാണ്. കാരണം ഒരാളെ സമൂഹത്തിൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് അയാൾ പ്രതികരിക്കത്തില്ല, അയാൾ മിണ്ടാതിരിക്കും എന്ന് വിചാരിച്ചിട്ട് അയാളെ പരസ്യമായിട്ട് അപമാനിക്കാൻ ശ്രമിച്ചതിന് സത്യം പറഞ്ഞാൽ ഇത് കുറഞ്ഞു പോയെന്ന് വേണമെങ്കിൽ പറയാം. ഇത് കുറഞ്ഞു പോയി, 10 കോടി കുറഞ്ഞു പോയി. ഇവരെയൊക്കെ വിചാരം എന്താണ്? രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തി ഇവരൊക്കെ ആ പുള്ളിയുടെ മേൽ കുതിര കയറാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നും പറയത്തില്ല, മിണ്ടാതങ്ങിരിക്കും എന്നുള്ളൊരു ധാരണയായിപ്പോയി. അപ്പം ഇത് ഷഹനാസിനെ പോലെയുള്ള എല്ലാ ടീംസിനുമുള്ള അടിയാണിത്. അപ്പം നിങ്ങൾ നോക്കിക്കോ, ഇനി ഒരാളും ഇനി ഒരാളും വാ തുറക്കത്തില്ല. കാരണം ഏറ്റവും വലിയൊരു അടിയാണ് ഇവിടെ കൊടുത്തത്. ഇതിന് മുമ്പേ ചെയ്യണമായിരുന്നു, ഇത് താമസിച്ചു പോയി. അതാണ് ഇവരെല്ലാം ഇങ്ങനെ കുറേ പെണ്ണുങ്ങളെല്ലാം കൂടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മേക്കോട്ട് കുതിര കയറാൻ പോയത്. ഇത് മുമ്പേ ചെയ്യണമായിരുന്നു. പുള്ളിക്കാരൻ്റെ മര്യാദ കൊണ്ടിട്ട് മിണ്ടാതിരുന്നു. അതാണ് ഇപ്പം അവസാനം വീണ്ടും ഓവറായി ഇത് വീണ്ടും അതിൻ്റെ എക്സ്ട്രീമിലോട്ട് പോയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പ്രതികരിച്ചു. ഇനി പ്രതികരിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ടല്ല, രാഹുൽ ആരാണ്, എന്തൊക്കെയാണ് വാർത്താ സമ്മേളനത്തിലൂടെ വിളിച്ചു പറഞ്ഞേക്കുന്നത്, അല്ലേ? എന്തൊക്കെ സ്വന്തം പാർട്ടിയെ വരെ അപമാനിക്കുന്ന രീതിയിലാണ് ഇവർ സംസാരിച്ചിട്ടുള്ളത്, അല്ലേ? എന്തുകൊണ്ട് ഈ ഷഹനാസിനെതിരെ നടപടി എടുക്കുന്നില്ല? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ നടപടിയെടുക്കാൻ കാണിച്ച വ്യക്തികൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയും അതുപോലെ സ്വന്തം പാർട്ടിയെയും കരിവാരി തേക്കുന്ന രീതിയിൽ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടി വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ സംസാരിച്ച ഇവർക്കെതിരെ എന്തുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനം കോൺഗ്രസ് പാർട്ടി നടപടി എടുക്കുന്നില്ല? എന്തുകൊണ്ട് കോൺഗ്രസ്സിലെ മുതിർന്ന കുറേ കിളവന്മാർ, കുറേ പല്ല് ഒഴിഞ്ഞ വായിൽ പല്ലില്ലാത്ത കുറേ മുതിർന്ന നേതാക്കൾ എന്തുകൊണ്ട് ഇതിനെതിരെ ഒരു അന്വേഷണം നടത്തുന്നില്ല? ശ്രീനാദേവി കുഞ്ഞമ്മയുടെ രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ വന്ന ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെയും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഫെനി നായനെതിരെയും വിശദീകരണം തേടിയതും സത്യങ്ങളെല്ലാം പുറത്തോട്ടെടുത്തിട്ടപ്പോഴത്തേക്ക് അവർക്കെതിരെ നടപടിയെടുത്തതും അവരെ മിണ്ടാതിരിപ്പിക്കാൻ വാടപ്പിക്കാൻ ശ്രമിച്ചതെല്ലാം ഈ പാർട്ടിയിൽ നിൽക്കുന്ന ആളുകളെല്ലാം ചെയ്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഷഹനാസിൻ്റെ ഈ ഒരു വാർത്താ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ പറഞ്ഞതെല്ലാം നമ്മൾ കണ്ടതല്ലേ? സ്വന്തം പാർട്ടിയെ പറ്റിയിട്ടാണ് ഇവർ പറഞ്ഞേക്കുന്നത്. എന്താ ഹേമ കമ്മിറ്റി പോലുള്ളൊരു കമ്മിറ്റി വെച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിലിരിക്കുന്ന പല ആളുകളെയും കോഴിത്തരം വെളിയിൽ വരുമെന്ന് ഇവർ പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? അപ്പം ഇവരെ ഇറക്കി കളിക്കുന്നത് ആരാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഈ പ്രസ്ഥാനത്തിലിരിക്കുന്ന ആളുകൾ തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരെ അടിച്ചപ്പോഴേ പുറത്ത് കളയണമല്ലോ. ഇത്രയും ഒരു പബ്ലിക്കിൽ വന്നിട്ടൊരു വാർത്താ സമ്മേളനം, ഒരു പാർട്ടിയുടെ ആ പാർട്ടിയിൽ പരാതി പറയാതെ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ആ ഒരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ തന്നെ, ഇല്ലേ, ആ ഒരു പാർട്ടിയെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് പാർട്ടി അല്ലെങ്കിൽ ആ പാർട്ടിയിൽ ഞാൻ വലിയ സംഭവം എന്ന് പറഞ്ഞിരിക്കുന്ന കുറേ ആളുകൾ മിണ്ടാതിരിക്കുന്നു? രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റില്ല, രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് നിർത്തത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വീരവാദം അടിക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു? പിന്നെ രമേശ് ചെന്നിത്തലയും ഇതുപോലെ ഈ പറഞ്ഞിട്ടുള്ള ഷഹനാസിൻ്റെ മുമ്പിൽ ഇങ്ങനെ കൈയും കൂപ്പി നിൽക്കുന്ന ഫോട്ടോയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളവർ കാണുമല്ലോ. ഞാൻ വേണമെങ്കിൽ ഇവിടെ ഒന്ന് വെച്ച് തരാം. അല്ലേ വേണ്ട, ഞാനത് വേറൊരു വീഡിയോയിൽ വെച്ച് തരാം. അടുത്ത വീഡിയോയിൽ ഞാൻ ആദ്യം തന്നെ വെച്ച് തരാം കേട്ടോ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം. രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം, പാലക്കാടിലേക്ക് തന്നെ തിരിച്ചു വരണം, ശക്തനായിട്ട് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ
കമൻറ്റ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് അതുപോലെ എല്ലാവരും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഞാൻ ആദ്യം പറഞ്ഞ പോലെ. ഓക്കെ, ഇനി ആ വാർത്ത, ആ ഒരു സന്തോഷം തരുന്നൊരു വാർത്ത ഞാനവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. റിമാൻഡിൽ കഴിഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിന് പിന്നാലെ ഒരു മാധ്യമത്തിന് നൽകിയ ഒരു ഇന്റർവ്യൂ നൽകിയിരുന്നു. അതിൽ ഈ ഷഹനാസിനെതിരെ ഉൾപ്പെടെ അത്തരത്തിൽ ഒരു അഭിപ്രായം ഷഹനാസിനെതിരെ ചില വെളിപ്പെടുത്തലുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നടത്തിയിരുന്നു. അതിനെതിരെ ഷഹനാസും അതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഇത്തരത്തിൽ 3-ാം തീയതി നടന്ന ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും സമാന രീതിയിൽ തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു, പല ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. 10 കോടി രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്നാവശ്യപ്പെട്ടിട്ടാണ് ഈ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വക്കീൽ നോട്ടീസിലെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്തരത്തിലാണ്. വാർത്താ സമ്മേളനത്തിൽ തന്നെ മോശക്കാരനാക്കി ചിത്രീകരിച്ചു, 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം. അതോടൊപ്പം തന്നെ ഷഹനാസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒരു അടിസ്ഥാനവുമില്ല, 100 പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്, ഈ നഷ്ടപരിഹാര തുക ആ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ നോട്ടീസ്. കണ്ടല്ലോ, സന്തോഷം തോന്നിയൊരു നിമിഷമാണ് ഈ ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്ക്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പക്ഷെ ഇത് താമസിച്ചു, ഇത് മുമ്പേ ഇത് ചെയ്യണമായിരുന്നു. മുമ്പേ ഇത് ചെയ്തായിരുന്നെങ്കിൽ ഇവൾമാരൊന്നും വാ തുറക്കത്തില്ലായിരുന്നു. ഇപ്പം നമ്മൾ റീസെൻ്റായിട്ട് എന്തോ ഒരു സംഭവമാണ് സ്ത്രീകൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ സത്യത്തിൽ റിയലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് ഇവൾമാരൊക്കെ സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവൾമാരൊക്കെ എന്തുകൊണ്ട് അതിനെതിരെ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ നടന്ന സ്പായിൽ കുറേ ഗുണ്ടകൾ ചേർന്നിട്ട് ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ കത്തി വെച്ച് പീഡിപ്പിച്ച് അതിക്രൂരമായി പീഡിപ്പിച്ചിട്ട് പോലും എന്തുകൊണ്ട് അപ്പം ഈ പറഞ്ഞിട്ടുള്ള ഷഹനാസ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള റിനി ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഭയങ്കര ഘോരമായിട്ട് ശബ്ദമുയർത്തുന്ന എന്തുകൊണ്ട് ഇവരാരെയും അവിടെ കാണുന്നില്ല? എന്തുകൊണ്ട് ഇതിനൊന്നും എതിരെ പ്രതികരിക്കാൻ കാണുന്നില്ല? എന്തുകൊണ്ട് വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ഇതിനെതിരെ ശബ്ദിക്കാൻ കാണുന്നില്ല? അപ്പം ഇതിൻ്റെ പേരിലുള്ള ഇത് എന്തിൻ്റെ പേരിലുള്ള അജണ്ടയാണെന്ന് രാഷ്ട്രീയപരമായിട്ട് ഒരു വ്യക്തിയെ തകർക്കാൻ കാണിക്കുന്ന വെറും തെണ്ടിത്തരമാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ? ഇപ്പോൾ റീസെൻ്റായിട്ട് എന്തോ ഇന്ന് തന്നെ കണ്ടില്ല, ഇന്നൊരു പുതിയൊരു വാർത്ത കണ്ടു. ഒരു 16 വയസ്സുള്ളൊരു പെൺകുട്ടിയെ ബാധ ഒഴിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കള്ള സന്യാസി ഒരു നാറി പീഡിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതിനൊക്കെ എതിരെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള റിയൽ പീഡനങ്ങൾ നടക്കും? ഇതാണ് ശരിക്കുള്ള പീഡനം. ഇതാണ് പീഡനം. അല്ലാതെ പരസ്പര സമ്മതത്തോടു കൂടി എല്ലാം കഴിഞ്ഞ് എല്ലാം എൻജോയ് ചെയ്തിട്ട് എല്ലാം ആസ്വദിച്ച് കഴിഞ്ഞിട്ട് ഒരുത്തൻ നല്ലൊരു സ്ഥാനത്ത് എത്തിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ കണ്ണുകടി മൂത്തിട്ട് കൊണ്ടുപോയി പരാതി കൊടുക്കുക, ഞാൻ പീഡിപ്പിച്ച്, അതിനെ സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് ഇതുപോലുള്ള കുറേ ഊളകൾ അല്ലേ? ഓക്കെ, ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ പാലക്കാട് രാഹുലിന് സീറ്റ് കൊടുക്കത്തില്ല, രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടിയിൽ പുറത്താണ് എന്ന് പറഞ്ഞ് കോൺഗ്രസ് പാർട്ടിയിലുള്ള രമേശ് ചെന്നിത്തല പോലുള്ള കുറേ ഊളകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഇവരെയൊക്കെ ഇവർ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? പാലക്കാട് വേറെ 2 പേരെ നിർത്താനുള്ള പരിപാടിയാണ്, സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളെ. ഇനി എത്ര സെലിബ്രിറ്റിയെ വെച്ചാലും എത്ര ഇനി വലിയ കൊമ്പന്മാരെ വെച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കാതെ പാലക്കാട് വേറെ ആരെങ്കിലും കൊണ്ട് നിർത്തിയാൽ 8 നിലയിൽ പൊട്ടും. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇനി തമിഴ്നാട്ടിൽ നിന്ന് വിജയ് കൊണ്ട് നിർത്തിയാൽ പോലും അത് ജനങ്ങൾ കാണിച്ചു കൊടുക്കും. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കാതെ വേറെ ഒരാളെ നിർത്തി കഴിഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ അടിക്കല്ലുണ്ടല്ലോ, അടിക്കല്ല് ഇളകുന്നതിൻ്റെ ആദ്യത്തെ സൂചകമായിരിക്കും അത്. അടിക്കല്ല് ഇളകിയെന്ന് വേണമെങ്കിൽ പറയാം. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള വ്യക്തികളെയൊക്കെ കണ്ടുകൊണ്ടാണ് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ തന്നെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ഒരുപാട് ആളുകൾ ഇതിലൊക്കെ തന്നെ രംഗത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ പല്ലുപോയ കുറേ കിളവന്മാരെ അവിടെ എവിടെയും കമ്പും കുത്തി നടക്കുന്ന കിളവന്മാരെ കണ്ടിട്ടാണോ? അല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ പോലുള്ള ഈ ചുറുചുറുക്കും തൻ്റെ ഇടമുള്ള ഈ വ്യക്തികളെയൊക്കെ കണ്ടിട്ടാണ് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതും ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ പിന്തുടർന്ന് ആളുകൾ വോട്ട് ചെയ്ത് ഓരോ ആളുകളെ ജയിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരെ കണ്ടിട്ടാണ്, അല്ലാതെ കുറേ കിഴവന്മാരെ കണ്ടിട്ടല്ല. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ രണ്ട് സെലിബ്രിറ്റികളെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി, ഒന്നുകിൽ പിഷാരടി അല്ലെങ്കിൽ വിജയ്, സിനിമാ മേഖലയിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കായിക മേഖലയിൽ നിന്നോ ഒരാളെ ഇറക്കാനുള്ള പരിപാടിയാണ്. ഇനി അങ്ങനെ ആരെ ഇറക്കിയാലും അത് 8 നിലയിൽ പൊട്ടും. അത് ജനങ്ങൾ അതിനുള്ള മറുപടി കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അതിനകത്ത് യാതൊരു ഡൗട്ട്സും ഇല്ല. ഇനി തമ്മിൽ എന്നുള്ളൊരു പരിപാടിക്കകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അതിനകത്ത് മായ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആക്ട്രസ് ഉണ്ട്. പുള്ളിക്കാരി ഒരു സ്ത്രീയാണ്. ഈ വിഷയവുമായിട്ട് പുള്ളിക്കാരി നല്ല വ്യക്തമായിട്ട് സൂപ്പറായിട്ട് ഇടിവെട്ടായിട്ട് ഈ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്, കണ്ടിട്ട് നിങ്ങളൊന്ന് അഭിപ്രായം പറ. എത്ര പേര് ഈ പറഞ്ഞിട്ടുള്ള മായ എന്ന് പറയുന്ന ഈ സ്ത്രീ പറയുന്നതിനോട് എത്ര പേര് യോജിക്കുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് പറ. കാരണം അവർ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. ഒരു പെണ്ണിനെ ഒരു വട്ടം ഇല്ലൂടെ പീഡിപ്പിക്കുന്നത്.
ഒരു പെണ്ണിനെ ഒരു 9 വട്ടം 10 വട്ടം എങ്ങനെയാണ് പീഡിപ്പിക്കുന്നത്? പീഡിപ്പിച്ചത് മാത്രമല്ല, പീഡിപ്പിച്ചതിന് ശേഷം അയാൾക്ക് അത് മേടിച്ചു കൊടുക്കുന്നു, അണ്ടർവെയർ മേടിച്ചു കൊടുക്കുന്നു, ചെരുപ്പ് മേടിച്ചു കൊടുക്കുന്നു, വാച്ച് മേടിച്ചു കൊടുക്കുന്നു, ചപ്പ് മേടിച്ചു കൊടുക്കുന്നു, ചവറ് മേടിച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തുവാണ് ഇതൊക്കെ? ഇതല്ല ഞാൻ ആ തമ്മിൽ എന്നുള്ള പരിപാടിയിൽ 24-നകത്ത് ആ മായ എന്ന് പറയുന്ന അവർ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കും. നമ്മൾ പരസ്പര റെസ്പെക്റ്റ് ആണ് വേണ്ടത്. ഈ സ്ത്രീകൾക്ക് പുരുഷന്മാരെ കുറ്റം പറയുന്ന സ്ത്രീകളുടെ വീട്ടിലും പുരുഷന്മാരുണ്ട്. അവരുടെ വീട്ടിൽ അവരുടെ അച്ഛനോ അല്ലെങ്കിൽ അവരുടെ സഹോദരനോ ഭർത്താവിനോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തിന് ഇതേപോലെ ഒരു വ്യാജ പരാതി വരികയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഞാൻ പറഞ്ഞു കഴിയട്ടെ പ്ലീസ്. നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ആരെ എതിർക്കാൻ വന്നിട്ടില്ല. അപ്പോൾ ഇവർ സപ്പോർട്ട് ചെയ്യോ? അതാണ് നോക്കേണ്ടത്. കാരണം പണ്ട് ഏതോ ഒരു കവി എഴുതി വെച്ചത് സ്ത്രീ ദുർബലയാണ്, സ്ത്രീക്ക് മാത്രമേ കരയാൻ പറ്റുള്ളൂ, പുരുഷൻ അല്ല. സ്ത്രീയാണ് ഏറ്റവും നല്ല വിൽ പവർ, ജഡ്ജ്മെന്റ് എടുക്കാൻ വിൽ പവറുള്ള സ്ത്രീ തന്നെയാണ്. പുരുഷൻ എന്തുകൊണ്ട് അവർക്ക് അതേപോലെ ഇമോഷണൽ ഉണ്ട്, പക്ഷെ പുരുഷന്റെ ഈഗോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അവർ കരഞ്ഞു കഴിഞ്ഞാൽ ഈ സൊസൈറ്റി അവരെ വെറും പെൺകോന്തനാക്കും. എങ്ങനെ എന്തൊരു വാച പ്രചരണം വെച്ചിട്ടുണ്ട്. അവരത് സപ്പോർട്ടാണ് ചെയ്യേണ്ടത്. അവർക്ക് ഇമോഷണൽ ഉണ്ട്. കാരണം ഇപ്പൊ തന്നെ സിനിമയിൽ തന്നെ നമുക്കറിയാം എത്ര പേർക്കാണ് നിരപരാധികളായ. ഇപ്പൊ ഒരു ഫാഷനാണ്. കാരണം 4-5 പ്രാവശ്യം ഒരാൾ എങ്ങനെ 9 പ്രാവശ്യമൊക്കെ പീഡിപ്പിക്കാൻ പറ്റും? ഒന്ന് പറഞ്ഞു നോക്ക്. ഇതിപ്പോ ഒരു ഫാഷനാണ്. ഇവർ രണ്ടുപേരും, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ റൂമിൽ കയറ്റുകയാണെങ്കിൽ മസാല ദോശയും കുർബാനയും ചൊല്ലാനല്ലല്ലോ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം അല്ലേ? അപ്പം ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതിനൊക്കെ പോയിട്ട് പിന്നെയും അവൻ്റെ കൂടെ പോയിട്ട് എന്നെ പീഡിപ്പിച്ച് രണ്ടുപേരും അതിൻ്റെ ആയിട്ടുള്ള സുഖവും സന്തോഷവും ഗിഫ്റ്റുകളെല്ലാം വാങ്ങിച്ചിട്ട് ഇപ്പം പറയാൻ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പയ്യൻ ഇപ്പം പ്രശസ്തനല്ലായിരിക്കും. അവന് ചിലപ്പോൾ നാളെ ഒരു ലവ് കാണും, ചിലപ്പോൾ അവൾ വിട്ടിട്ട് പോകും, അടുത്ത പ്രാവശ്യം അവനൊരു ലവ് കാണും, എന്തെങ്കിലും കാരണം കൊണ്ട് വിട്ടു. ഒരു 7-8 വർഷം കഴിയുമ്പോൾ അവൻ സൊസൈറ്റിയിൽ വലിയൊരു പ്രശസ്തനാവുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ 10-20 വർഷം കഴിഞ്ഞവർ എന്നെ കേട്ടല്ലോ. ഇവരെയൊക്കെയാണ് അക്ഷരം തെറ്റാതെ സ്ത്രീകൾ എന്ന് വിളിക്കേണ്ടത്. സ്ത്രീകളെന്ന് ഇവിടേക്ക് സ്ത്രീകൾക്കും അല്ലെങ്കിൽ പുരുഷന്മാർക്കും ഇവിടെ പ്രത്യേക പരിഗണന കൊടുക്കേണ്ട കാര്യം എന്താണ്? ഈ ഒരു കാര്യത്തിൽ പ്രത്യേക പരിഗണന കൊടുക്കേണ്ട കാര്യമില്ല. രണ്ടുപേരെ പരസ്പര സമ്മതത്തോട് ചെയ്തിട്ടുള്ള കാര്യം എല്ലാം കഴിഞ്ഞിട്ട് അവരെ ഈ പറഞ്ഞിട്ടുള്ള ഇവർ പറഞ്ഞതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം അതൊരു പീഡനമാക്കി ചിത്രീകരിച്ചിട്ട് ഈ പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പ്രശസ്തിയിലേക്ക് വരുന്ന സമയത്ത് അയാളെ തകർക്കാനെ കൊണ്ട് രംഗത്തോട്ട് വരിക. ഇതിനൊക്കെ എങ്ങനെയാണ് പീഡനം എന്ന് പറയുന്നത്? ഒരാളെ ഒരു വട്ടമല്ലേ പിടിപ്പിക്കാൻ പറ്റൂ? ഒരാളെ എങ്ങനെ 9 വട്ടം പിടിപ്പിക്കുന്നത്? നല്ല വെൽ സൈഡാണ്. ആ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ് ആ മായ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ത്രീ. ഇനി യഥാർത്ഥ പീഡനം എന്താണെന്ന് ഞാനിവിടെ വെച്ച് തരാം. നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ആ തിരുവല്ലയിൽ ആ പീഡനം നടന്നിട്ടുള്ള ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടി മാധ്യമങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഇവരെയൊക്കെയാണ് അതിജീവിതം എന്ന് വിളിക്കേണ്ടത്. ഇവരെയൊക്കെയാണ് സംരക്ഷിക്കേണ്ടത്. അല്ലാതെ എല്ലാം ചെയ്ത് എല്ലാം അനുഭവിച്ചിട്ട് ഒരാൾക്കെതിരെ ഒരു പരാതി കൊടുത്ത് പരസ്പര സമ്മതത്തോടുകൂടി എല്ലാം നടത്തി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ പീഡിപ്പിച്ചു, ഞാൻ അതിജീവിതയാണെന്ന് പറഞ്ഞു വരുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഇതുപോലുള്ള കുറേ ഫേക്ക് ടീമുകളുണ്ടല്ലോ. സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി കിടക്കുന്ന കുറേ ടീമുകളുണ്ടല്ലോ. ഇതിനൊക്കെ വലിച്ചു കീറി കാലെ പിടിച്ച് ഉപ്പിലിടണം. അതാണ് വേണ്ടുന്നത്. ഇപ്പം ഈ ഷഹനാസിനെ പോലത്തുള്ള ആളുകളെ. അപ്പം ഒരു ഉളുപ്പും ഇല്ലാതെ ഇതിനൊക്കെ ശേഷം 10 കോടി നഷ്ടപരിഹാരം തരണമെന്ന് പറഞ്ഞിട്ടുള്ള നോട്ടീസ് അയച്ചിട്ട് പോലും ഈ ഷഹനാസ് ഏതോ കടപ്പുറത്തെങ്ങാണ്ട് പോയിരുന്നിട്ടില്ല. കൊച്ചു പിള്ളേരെ പോലെ കുമിള ഊതി കളിക്കുവാണ്. എന്നിട്ട് അതിനകത്തൊരു പോസ്റ്റിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഞാൻ വായിക്കാം. അതിനു മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള തിരുവല്ലയിൽ ആ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുള്ള യഥാർത്ഥ അതിജീവിതയ്ക്ക് പറയാനുള്ള ആ ഒരു വോയിസും കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം. അതും കൂടെ നിങ്ങൾ കേട്ടു നോക്കും. ആരാണ് യഥാർത്ഥ അതിജീവിതങ്ങളെന്ന്, എന്തുകൊണ്ട് ഇവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് സംരക്ഷണത്തിനായിട്ട് ഈ പറഞ്ഞിട്ടുള്ള റിനിയും ഈ പറഞ്ഞിട്ടുള്ള ഷഹനാസൊന്നും ഇറങ്ങി രംഗത്ത് വരുന്നില്ല? എന്തുകൊണ്ട് പ്രസ് മീറ്റ് നടത്തുന്നില്ല? അപ്പം മനസ്സിലായോ അതിൻ്റെ പുറകിലുള്ള കളികളൊക്കെ, രാഷ്ട്രീയ കളികളൊക്കെ? രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ തകർക്കുക, അതാണ് ഇവരെ ലക്ഷ്യം. എന്തായാലും ആ ഒരു ഓഡിയോ, ആ ഒരു അതിജീവിത ആ സ്ത്രീയുടെ ഒരു വോയിസും കൂടെ ഞാൻ ഇവിടെ വെച്ചുതരാം. ആ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുള്ള തിരുവല്ലയിൽ ആ സ്പായിൽ അമ്മ കയറി പീഡിപ്പിച്ചല്ലോ, ആ കുട്ടിയുടെ വോയിസും കൂടെ ഞാൻ വെച്ചുതരാം. നിങ്ങൾ കേട്ടു നോക്കുക. ആ കുട്ടി പറയുന്നത് മർദ്ദിച്ച് ബലാത്സംഗം ചെയ്തുവെന്ന് അതിജീവിത 24 പറഞ്ഞു. സഹപ്രവർത്തക ഗുണ്ടകൾക്ക് കൂട്ടുനിന്നതായും അതിജീവിത പറഞ്ഞു. ചെന്നപ്പം ഇതിന്റെ മെയിൻ സുബിൻ നമ്മുടെ കൗണ്ടറിന്റെ കസേരയിൽ കയറി ഇരിക്കുക. അവൻ നല്ലതായിട്ട് ഉപദ്രവിക്കുമായിരുന്നു. മുടിയെ പിടിച്ച് വലിക്കുന്നു, കയ്യെ പിടിച്ചോണ്ട് അങ്ങോട്ട് കൊണ്ടുപോകണം ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഭയങ്കര ഉപദ്രവമായിരുന്നു. ഒട്ടുക്കെ എന്റെ മുഖത്തിന്റെ ഒരൊറ്റവന് ഇടത്തെ കൈയുടെ ഓർത്തിന്റെ നന്നായിട്ട് അടിച്ചു. എന്റെ പുറത്തിന്റെ അവന്റെ മുട്ടുകൈ വെച്ചിട്ട് ഒരൊറ്റ ഇടിയ. അവൻ പെട്ടെന്ന് തന്നെ അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കുഞ്ഞു കത്തി അത് പെട്ടെന്ന് എന്റെ തൊണ്ടക്കുടിയിൽ വെച്ചു. എന്നിട്ട് അവൻ എന്റെ തലയ്ക്കും മുഖത്തിനിട്ടും തലമുടി ഇങ്ങനെ അവൻ തല പൊക്കി പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു. നമ്മൾ അനുഭവിക്കാത്ത ഒന്നുമില്ല, അതുപോലെ അവൻ എന്നെ അങ്ങോട്ട് ഉപദ്രവിച്ചു. അവൻ പറഞ്ഞു ഞങ്ങൾക്ക് 50,000 രൂപ തന്നെ, നിങ്ങൾ 3 പേരും കൂടെ 50,000 രൂപയും ഞങ്ങളുടെ സാറ് 3 ലക്ഷം രൂപയും തന്നെന്ന് പറഞ്ഞു. കേട്ടല്ലോ. ഇതൊക്കെയാണ് ശരിക്കുള്ള അതിജീവിതകൾ. ഇതൊക്കെയാണ് ശരിക്കുള്ള പീഡനം അനുഭവിച്ചിട്ടുള്ള ആളുകൾ.
അല്ലാതെ ഉഭയകക്ഷി സമ്മതപ്രകാരം അവിടെ എവിടെയും പോയി റൂം എടുത്തിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് കൂടെ കിടന്നവനെ ഒറ്റിക്കൊടുക്കുന്ന പരിപാടി അതിനൊന്നും ഒരിക്കലും അതിനൊന്നും ഈ പറഞ്ഞിട്ടുള്ള പീഡനമായിട്ട് ഒരിക്കലും കാണാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തന്നെ അതിൻ്റെ വിധി പ്രഖ്യാപിക്കുകയാണ് അല്ലേ. സുപ്രീം കോടതി വരെ പറഞ്ഞാണ്. ഇത് എല്ലാ വർഷവും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്, എന്നിട്ടും ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഇനി ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഷഹനാസ് ഇതിനൊക്കെ ശേഷം 10 കോടി രൂപയുടെ മാനനഷ്ടത്തിനുള്ള നോട്ടീസ് അയച്ചിട്ട് പോലും ഒരു കൂസലും ഇല്ലാത്ത, ഒരു ഉളുപ്പും ഇല്ലാത്ത ഈ ഷഹനാസ് ഫേസ്ബുക്കിനകത്തൊരു പോസ്റ്റ് ഇട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കളിയാക്കിക്കൊണ്ട്, ഞാൻ പോസ്റ്റ് കൂടെ വയ്ക്കാം, അത് ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വായിച്ചും കൂടെ തരാം, നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ആ പോസ്റ്റിനകത്ത് ഇവർ എഴുതി വെച്ചേക്കുന്നത് ഇങ്ങനെയാണ്: എണ്ണിക്കൊണ്ടിരിക്കുന്നു കോടികളല്ല, ആകാശത്ത് പറന്നു പൊങ്ങി പൊട്ടിത്തകരുന്ന കുമിളകളാണ്. ഇന്നലെ നീ ആരായിരുന്നു, ഇന്ന് നീ ആരായിരുന്നു, നാളെ മറ്റന്നാൾ നീ ആരാണവോ എന്തോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കളിയാക്കലാണ് അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. എന്നിട്ട് വേറൊരു കാര്യം കൂടെ എഴുതുന്നുണ്ട്: ഒരു വ്യാജ ID കാർഡുമായിട്ട് നീ എന്ന് രംഗത്ത് വന്നോ അന്ന് തൊട്ടുള്ള പെർഫോമൻസ് ആണ് നീ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഒരു ഡയലോഗും കൂടെ, എന്തൊക്കെയായിരുന്നു, പവനായി ശവമായി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത്രയും അഹങ്കാരം പിടിച്ച ഒരു 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 വ്യക്തി അല്ലേ. ഇവരെപ്പോഴും കോൺഗ്രസ് പാർട്ടിയിൽ ഇവർ വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരുപക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവരെ വെച്ചിട്ട് കളിക്കുവാണ്, കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള ആളുകൾ തന്നെ ഇവരെ വെച്ചിട്ട് കളിക്കുവാണ്, അല്ലാതെ യാതൊരു ഇത് ഇതിനകത്തില്ല. എത്രയും നാണം കെട്ട ഇവരെ എന്തിനാണ് ഇതിനകത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ഉളുപ്പും ഇല്ലാത്ത ഇവരെ, ഈ ഒരു പാർട്ടിക്ക് തന്നെ ഒരു അപമാനമാണ് അല്ലേ, ഈ ഒരു പ്രസ്ഥാനത്തിന് തന്നെ അപമാനമാണ്. ആ ഒരു പ്രസ്ഥാനത്തിനെ കരിവാരി തേക്കുന്ന രീതിയിൽ ഇത്രയും സംസാരങ്ങൾ സംസാരിച്ചിട്ട് പോലും ഒരു നടപടി പോലും എടുക്കുന്നില്ല. എന്തുവാടെ ഇതൊക്കെ?